വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇന്ന് നമ്മൾ ഈ ഒരു പഴയ അലൂമിനിയം പാത്രം ഉപയോഗിച്ച് നല്ലൊരു പാൻ ഉണ്ടാക്കാൻ പോവാണ്. ഫ്രൈ പാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ലൈൻ ഒന്ന് വരച്ചെടുക്കണം ഒരു പാത്രത്തിൻ്റെ അളവിന്. ഞാൻ ഈ ബോക്സിൻ്റെ മണ്ടയിൽ ഒരു പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ കറക്കി ഒരു ലൈൻ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. പരിചയമുള്ളവർ മാത്രം ഈ പരിപാടി ചെയ്താൽ മതി കേട്ടോ, അല്ലെ കയ്യിലൊക്കെ വന്ന് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അര ഉപയോഗിച്ച് തന്നെ വൃത്തിയാക്കണം. നമ്മുടെ കൈയൊക്കെ കൊണ്ട് മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അര ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് പേപ്പർ പിടിച്ചൊന്ന് സ്മൂത്താക്കി എടുക്കണം. ഈ ചുവന്ന പെയിൻറ്റ് പോലെ ഇരിക്കുന്നതൊക്കെ നമ്മൾ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലത്തെ ഒരു പഴയ ഒരു പാൻ്റെ പിടി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആണി ഉപയോഗിച്ചാണ് ഇതിനകത്ത് ഹോൾ ഇടുന്നത്, അല്ലാതെ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആണി ഉപയോഗിച്ച് ഇതേപോലെ അടിച്ചാൽ മതി, കറക്റ്റായിട്ട് ഹോൾ വീഴും. ഇനി ഹോളിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് നമ്മൾ കത്രിയാട്ടോ ഉപയോഗിക്കുന്നത്. കത്രി ഉപയോഗിച്ച് സാവധാനം കറക്കി നമ്മൾ ഹോളിൻ്റെ വലിപ്പം കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾട്ട് ഇട്ട് കൊടുക്കാം. കറക്റ്റ് അളവിനുള്ള ബോൾട്ട് ഇട്ട് കൊടുക്കണം, ലൂസായിട്ട് ഇരിക്കരുത്. ഇനി ആ പിടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നെട്ടും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ടൈറ്റും കൂടെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻ റെഡിയായി. അപ്പോൾ നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു മീനും കൂടെ ഒന്ന് വറുത്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക.